അപ്പോൾ നമ്മുടെ നീതു ജോർജും നീതുവും മിജോയും മോനും ഒക്കെ താമസിക്കുന്ന മൗറീഷ്യസിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്തുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. മൗറീഷ്യസിന്റെ 57ാം ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലേർപ്പെടും. ബൽറാം നെടുങ്ങാടി ചേരുകയാണ് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് ആരംഭിക്കുകയാണ്. ഏതൊക്കെ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി മൗറീഷ്യസിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ മൗറീഷ്യസിലേക്ക് യാത്ര തിരിച്ചത്. നാളെയാണ് മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷം നടക്കുന്നത്. 57ാമത് ദേശീയ ദിനാഘോഷമാണ് നാളെ നടക്കുന്നത്. ഈ ആഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മൗറീഷ്യസിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര രാംഗുലത്തിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദേശീയ ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക കണ്ടിജന്റും ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, പരേഡിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക വ്യൂഹവും ഈ മൗറീഷ്യത്തിൽ ഈ ചടങ്ങിന്റെ ഭാഗമായി എത്തും. അങ്ങനെ മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തെ ചടങ്ങിന്റെ ഭാഗമായി നാവികസേനയും പങ്കെടുക്കുന്നു. ഇതോടൊപ്പം ഈ സന്ദർശനത്തിൽ മറ്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചില കരാറുകളിലും ഒപ്പുവെക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും വാണിജ്യം, വ്യവസായം, സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾ എന്നീ 3 മേഖലകളിലുള്ള കരാറുകളിലായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ സന്ദർശനത്തിനിടെ ഒപ്പുവെക്കുക. ശരി, വാണിജ്യം, പ്രതിരോധം, വ്യവസായ മേഖലകളിൽ എന്തായാലും 2 രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണം ഉണ്ടാകട്ടെ. ബൽറാമാണ് വിശദാംശങ്ങൾ നൽകിയത്.